പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോടു കൂടെ. ഈശോയിൽ സ്നേഹമുള്ളവരെ, ഒരു കാര്യം നമ്മളിങ്ങനെ കുറേ തവണ ആവർത്തിച്ച് കേട്ടാലും ആവർത്തിച്ച് പറഞ്ഞാൽ, ഇപ്പം മക്കളോട് ചില കാര്യങ്ങളിങ്ങനെ പഠിക്ക് മക്കളെ എന്ന് പറഞ്ഞാലും ബോധ്യം വന്നിട്ടില്ലെങ്കിൽ ഒരു കാര്യമില്ല. പഠിക്കുന്നത് എന്തിനാണ് എന്നൊരു ബോധ്യം വന്നില്ലെങ്കിൽ കാര്യമില്ല. കാരണം അവർ പഠിക്കുന്നതായിട്ട് അഭിനയിക്കും. അമ്മ നോക്കുമ്പോൾ അവർ പഠിക്കുകയായിരിക്കും. അപ്പം അമ്മ വിചാരിക്കും പഠിക്കുകയാണ്, പക്ഷെ അവർ യഥാർത്ഥത്തിൽ പഠിക്കുകയായിരിക്കില്ല. പള്ളിയിലുണ്ടാകും, പക്ഷേ നമ്മളൊക്കെ വിചാരിക്കും പ്രാർത്ഥിക്കുകയാണെന്ന് വിചാരിക്കും, പക്ഷെ പ്രാർത്ഥിക്കുന്നതായിരിക്കില്ല. ആരൊക്കെ കാണിക്കാൻ വേണ്ടി കുറേ കാര്യങ്ങൾ ഇങ്ങനെ ചെയ്തു കൂട്ടുന്നുണ്ട്. പക്ഷെ ബോധ്യം വരാതെ ഒരു കാര്യം ചെയ്താലും അത് ഫലവത്താകിയല്ല. നന്നായിട്ടത് കൺവിൻസ്ഡ് ആകണം. നമ്മളിപ്പോൾ മക്കളെ തിരുത്തുമ്പോൾ പോലും അവർക്ക് കൺവിൻസ്ഡ് ആയില്ലെങ്കിൽ അവർ ഒട്ടും അനുസരിക്കില്ല. കൺവിൻസ്ഡ് ആകണം, ബോധ്യപ്പെടണം. അതിന് പരിശുദ്ധാത്മാവ് വേണം. യോഹന്നാൻ്റെ സുവിശേഷം 16:8 അവൻ വന്ന് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധ്യപ്പെടുത്തും. ഇന്ന് ഈ പരിശുദ്ധ കുർബാന, ഈ തീർത്ഥാടന കേന്ദ്രത്തിൽ ഏറ്റവും സുന്ദരമായ ഒരവസരമാണ് ഇവിടെ ഒരു ബലിയർപ്പിച്ച് പ്രാർത്ഥിക്കുക എന്നത്. അത് വളരെ ശ്രദ്ധയോടുകൂടെ, ഭക്തിയോടുകൂടെ, പല വിചാരമില്ലാതെ അത് പങ്കെടുക്കണമെങ്കിൽ അതിനെക്കുറിച്ചൊരു ബോധം ഉണ്ടാകണം. ഈ ബലിയർപ്പണത്തെക്കുറിച്ച് നമുക്കാർക്കും പറഞ്ഞാൽ മനസ്സിലാകാത്തത്രം അനുഗ്രഹത്തിൻ്റെ ഉറവിടമാണ് ബലിപീഠം. അത് പരിശുദ്ധാത്മാവ് തരട്ടെ. പരിശുദ്ധാത്മാവെ ഞങ്ങളിൽ വന്ന് നിറയണമേ. ഈ ബലിയർപ്പണത്തിലുടനീളം ഇവിടെ പ്രാവിൻ്റെ രൂപത്തിൽ തലങ്ങും വിലങ്ങും പറക്കണമേ. നമുക്ക് അങ്ങനെ പ്രാർത്ഥിക്കാം. ആര് പറഞ്ഞിട്ടും കാര്യമില്ല, പരിശുദ്ധാത്മാവ് തന്നെ ബോധ്യം തരട്ടെ. സഹോദരരെ, ദിവ്യരഹസ്യങ്ങൾ കൊണ്ടാടുന്നതിന് നാം യോഗ്യരാകേണ്ടതിന് നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയാ സർവശക്തനായ ദൈവത്തോടും സഹോദരരെ നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു. എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എൻ്റെ പിഴ എൻ്റെ വലിയ പിഴ. ആകയാൽ നിത്യകന്യകയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരരെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു, എനിക്കു വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പൊറുത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ.
ക്രിസ്തുവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ, കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനും കാരുണ്യവാനുമായ ദൈവമേ, അങ്ങേ പുത്രനായ ക്രിസ്തുവിൻ്റെ ഉത്ഥാനത്തിൽ സജീവമായി ഭാഗവാക്കുകളാകാൻ ഞങ്ങൾ അനുഗ്രഹിക്കണമേ. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നെന്നും ദൈവമായി ജീവിച്ചു വാഴുന്ന ഞങ്ങളുടെ കർത്താവും അങ്ങയുടെ പുത്രനുമായ യേശുക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. അപ്പസ്തോലന്മാരുടെ പ്രവർത്തനങ്ങളിൽ നിന്ന് അക്കാലത്ത് ജനക്കൂട്ടം ഒന്നാകെ പൗലോസിനും സീലാസിനുമെതിരായി ഇളകി വസ്ത്രങ്ങൾ ഉരിഞ്ഞുമാറ്റി അവരെ പ്രഹരിക്കാൻ ന്യായാധിപന്മാർ കൽപ്പന നൽകി. അവർ അവരെ വളരെയധികം പ്രഹരിച്ചതിന് ശേഷം കാരാഗൃഹത്തിലടച്ചു. അവർക്ക് ശ്രദ്ധാപൂർവം കാവൽ നിൽക്കാൻ പാറാവുകാരന് നിർദ്ദേശവും കൊടുത്തു. അവൻ കൽപ്പന പ്രകാരം അവരെ കാരാഗൃഹത്തിൻ്റെ ഉള്ളറയിലാക്കി കാലുകൾക്ക് ആമം വച്ചു. അർദ്ധരാത്രിയോടടുത്ത് പൗലോസും സീലാസും കീർത്തനം പാടി ദൈവത്തെ സ്തുതിക്കുകയായിരുന്നു. തടവുകാർ അത് കേട്ടുകൊണ്ടിരുന്നു. പെട്ടെന്ന് വലിയ ഒരു ഭൂകമ്പമുണ്ടായി. കാരാഗൃഹത്തിൻ്റെ അടിത്തറ കുലുങ്ങി എല്ലാ വാതിലുകളും തുറക്കപ്പെട്ടു. എല്ലാവരുടെയും ചങ്ങലകൾ അഴിഞ്ഞു വീണു. കാവൽക്കാരൻ ഉണർന്നപ്പോൾ കാരാഗൃഹ വാതിലുകൾ തുറന്നു കിടക്കുന്നത് കണ്ടു. തടവുകാരെല്ലാം രക്ഷപ്പെട്ടുവെന്ന് വിചാരിച്ച് അവൻ വാൾ ഊരി ആത്മഹത്യക്കൊരുങ്ങി. എന്നാൽ പൗലോസ് വിളിച്ചു പറഞ്ഞു, സാഹസം കാണിക്കരുത്, ഞങ്ങളെല്ലാവരും ഇവിടെ തന്നെയുണ്ട്. വിളക്ക് കൊണ്ടുവരാൻ വിളിച്ചു പറഞ്ഞിട്ട് അവൻ അകത്തേക്കോടി. പേടിച്ചു വിറച്ച് അവൻ പൗലോസിൻ്റെയും സീലാസിൻ്റെയും കാൽക്കൽ വീണു. അവരെ പുറത്തേക്ക് കൊണ്ടുവന്ന് അവൻ ചോദിച്ചു, യജമാനന്മാരെ, രക്ഷ പ്രാപിക്കാൻ ഞാൻ എന്തു ചെയ്യണം? അവർ പറഞ്ഞു, കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. അവർ അവനോടും അവൻ്റെ വീട്ടിലുള്ളവരോടും കർത്താവിൻ്റെ വചനം പ്രസംഗിച്ചു. അവൻ ആ രാത്രി തന്നെ അവരെ കൊണ്ടുപോയി അവരുടെ മുറിവുകൾ കഴുകി. അപ്പോൾ തന്നെ അവനും കുടുംബവും ജ്ഞാനസ്നാനം സ്വീകരിക്കുകയും ചെയ്തു. അവരെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്ന് അവർക്ക് ഭക്ഷണം വിളമ്പി. ദൈവത്തിൽ വിശ്വസിച്ചതുകൊണ്ട് അവനും കുടുംബാംഗങ്ങളും അത്യന്തം ആനന്ദിച്ചു. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. പ്രതിവചന സങ്കീർത്തനം. കർത്താവേ, അവിടുത്തെ വലത്തുകൈ എന്നെ രക്ഷിക്കും. കർത്താവേ, കർത്താവേ, അവിടുത്തെ വലത്തുകൈ എന്നെ രക്ഷിക്കും. കർത്താവേ, ഞാൻ പൂർണ്ണ ഹൃദയത്തോടെ അങ്ങേക്ക് നന്ദി പറയുന്നു. ദേവന്മാരുടെ മുൻപിൽ ഞാൻ അങ്ങയെ പാടിപ്പുകഴ്ത്തും. ഞാൻ അങ്ങയുടെ വിശുദ്ധ മന്ദിരത്തിനു നേരെ ശിരസ് നമിക്കുന്നു. കർത്താവേ, അവിടുത്തെ വലത്തുകൈ എന്നെ രക്ഷിക്കും. അങ്ങയുടെ കാരുണ്യത്തെയും വിശ്വസ്തതയെയും ഓർത്ത് അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ നാമവും വാഗ്ദാനവും അത്യുന്നതമാണ്. ഞാൻ വിളിച്ചപേക്ഷിച്ച നാളിൽ അവിടുന്ന് എനിക്ക് ഉത്തരമരുളി. അവിടുന്ന് എൻ്റെ ആത്മാവിൽ
ധൈര്യം പകർന്ന് എന്നെ ശക്തിപ്പെടുത്തി. കർത്താവേ, കർത്താവേ, അവിടുത്തെ വലത്തുകൈ എന്നെ രക്ഷിക്കും. അവിടുത്തെ വലത്തുകൈ എന്നെ രക്ഷിക്കും. എന്നെക്കുറിച്ചുള്ള തൻ്റെ നിശ്ചയം കർത്താവ് നിറവേറ്റും. കർത്താവെ, അവിടുത്തെ കാരുണ്യം അനന്തമാണ്. അങ്ങയുടെ സൃഷ്ടിയെ ഉപേക്ഷിക്കരുതേ. കർത്താവെ, അവിടുത്തെ വലത്തുകൈ എന്നെ രക്ഷിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് അരുളി ചെയ്യുന്നു, ഞാൻ നിങ്ങളുടെ അടുക്കലേക്ക് സത്യാത്മാവിനെ അയക്കും. ഞാൻ നിങ്ങളെ എല്ലാ സത്യവും പഠിപ്പിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് നിങ്ങളോടുകൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. യോഹന്നാന്റെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അക്കാലത്ത് യേശു തൻ്റെ ശിഷ്യന്മാരോട് അരുൾ ചെയ്തു, ഇപ്പോൾ ഞാൻ എന്നെ അയച്ചവൻ്റെ അടുക്കലേക്ക് പോവുകയാണ്. എന്നിട്ടും നീ എവിടേക്ക് പോകുന്നുവെന്ന് നിങ്ങൾ ആരും എന്നോട് ചോദിക്കുന്നില്ല. ഞാൻ ഇതെല്ലാം നിങ്ങളോട് പറഞ്ഞതുകൊണ്ട് നിങ്ങളുടെ ഹൃദയം ദുഃഖപൂരിതമായിരിക്കുന്നു. എങ്കിലും സത്യം ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയാണ് ഞാൻ പോകുന്നത്. ഞാൻ പോകുന്നില്ലെങ്കിൽ സഹായകൻ നിങ്ങളുടെ അടുക്കിലേക്ക് വരികയില്ല. ഞാൻ പോയാൽ അവനെ നിങ്ങളുടെ അടുക്കിലേക്ക് ഞാൻ അയക്കും. അവൻ വന്ന് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ലോകത്തെ ബോധ്യപ്പെടുത്തും. അവർ എന്നിൽ വിശ്വസിക്കാത്തതിനാൽ പാപത്തെക്കുറിച്ചും ഞാൻ പിതാവിൻ്റെ അടുക്കിലേക്ക് പോകുന്നതുകൊണ്ട് നിങ്ങൾ ഇനിമേൽ എന്നെ കാണുകയില്ലാത്തതുകൊണ്ടും നീതിയെക്കുറിച്ചും ഈ ലോകത്തിൻ്റെ അധികാരി വിധിക്കപ്പെട്ടിരിക്കുന്നതിനാൽ ന്യായവിധിയെക്കുറിച്ചും ബോധ്യപ്പെടുത്തും. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. ഈശോയിൽ സ്നേഹമുള്ളവരെ, നമ്മൾ പലരും പല മേഖലകളിലും, പഠന മേഖലയിലാകട്ടെ, ഒരു നല്ല ജോലി സമ്പാദിച്ച് എടുക്കുന്ന ആ ഒരു കാര്യത്തിലാകട്ടെ, വളരെ വൈകിപ്പോകാറുണ്ട് പലരും. അതിൻ്റെ കാര്യം എന്താ ചെയ്യേണ്ടത്, എങ്ങനെയാണ് ചെയ്യേണ്ടത്, എന്തിനു വേണ്ടിയിട്ടാണ് എന്നുള്ള കൃത്യമായ ഒരു ബോധ്യം ഇല്ലാത്തതുകൊണ്ടാണ്. നമ്മളിങ്ങനെ മക്കളോട് വാദോരാതെ പറയും, പഠിക്കും മക്കളെ. പക്ഷെ അവർക്ക് ആ ഒരു ബോധ്യം കിട്ടിയില്ല എങ്കിൽ അവർക്കത് പ്രയോജനപ്പെടുത്താൻ പറ്റില്ല. നമ്മൾ പറയുന്നതൊക്കെ വെറുതെ ആവും. എന്ന് നന്നായിട്ട് ബോധ്യം കിട്ടുക, എനിക്ക് പഠിക്കണം, എനിക്ക് ജോലി വാങ്ങിക്കണം, എനിക്ക് വീട്ടുകാരെയൊക്കെ സംരക്ഷിക്കണം, ഇങ്ങനെയുള്ളൊരു നല്ലൊരു ആഴപ്പെട്ടൊരു ബോധ്യം ഉള്ളിലേക്ക് വന്നു കഴിഞ്ഞാൽ അവനോട് ആരും പറയണ്ട. അവൻ തന്നെ അതിനുള്ള വഴികളൊക്കെ അത് ശരിയാക്കിക്കൊണ്ടിരിക്കും. അങ്ങനെ എത്ര അല്ലേ, നമ്മുടെ കുടുംബത്തിൽ തന്നെ അങ്ങനെയുള്ള ആളുകളുണ്ടാവും, മക്കളുണ്ടാവും. അല്ലാത്തവരോട് ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണം. അപ്പോൾ ഈ കൺവിൻസിങ് ഫാക്ടർ അത് വേണം. വിശ്വാസ ജീവിതത്തിലും നമ്മുടെ ഭൗതിക മേഖലയിലൊക്കെ ഒരു കൺവിൻസിങ് ഫാക്ടർ വേണം. അത് പരിശുദ്ധാത്മാവ് തരും. നമുക്ക് നമ്മുടെ ജീവിതാനുഭവങ്ങളിലൂടെ, ഒബ്സർവേഷനിലൂടെ ഒക്കെ നമ്മൾ സമ്പാദിച്ചെടുക്കേണ്ട ഒരു കാര്യമാണ്. അവരൊക്കെ പഠിക്കുന്നത് കാണുമ്പോൾ, അവരൊക്കെ പ്രാർത്ഥിക്കുന്നത് കാണുമ്പോൾ എനിക്കും പ്രാർത്ഥിക്കണം. അവരൊക്കെ അനുഗ്രഹിക്കപ്പെടുന്നത് കാണുമ്പോൾ അസൂയപ്പെടുന്നതിന് പകരം എനിക്കും അങ്ങനെ രക്ഷപ്പെടണമെന്നൊരു ചിന്തയുണ്ടാകണം. അപ്പോൾ അവരൊക്കെ എന്തൊക്കെയാണ് ചെയ്തത്, അതിനുവേണ്ടി എന്തൊക്കെയാണ് ചെയ്തത് എന്ന് ഒന്ന് ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കും അങ്ങനെയൊക്കെ ചെയ്താൽ രക്ഷപ്പെടാൻ സാധിക്കും. അപ്പം അതുകൊണ്ടാണല്ലോ എല്ലാവരും വേളാങ്കണ്ണി വന്ന് തീർത്ഥാടനം നടത്തി അവരനുഗ്രഹം പ്രാപിക്കുന്നത് കാണുമ്പോൾ എനിക്കും ഒന്ന് വരണം, വേളാങ്കണ്ണി വരണം. അപ്പോൾ അത് അനുഗ്രഹം പ്രാപിക്കാൻ വേണ്ടിയിട്ട്. ഇനി നമ്മളിവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു ടൂർ പ്രോഗ്രാമാക്കി മാറ്റാതെ ഇതൊരു ആത്മീയ ഒരു കാര്യമായിട്ട് മാറ്റിയെടുത്താൽ ഇത് 100% റിസൾട്ട് ഉറപ്പാണ്. അപ്പോൾ കൺവിൻസിങ് ഫാക്ടർ ഞാനിങ്ങനെ വിചാരിക്കുകയാണ്, ഇന്നത്തെ ഒന്നാം വായനയിൽ ഈ പൗലോസ് അപ്പോസ്തലൻ നേരിട്ട ദുരിതങ്ങൾ, അതൊരു എണ്ണമിട്ട് പറയുകയാണെങ്കിൽ ഒരു 7 കാര്യങ്ങളാണ് എണ്ണമിട്ട് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ. അത്
ഒന്നാമത്തെ കാര്യം, ജനക്കൂട്ടം ഒന്നാകെ ഇളകി, ഇവർക്കെതിരെ ഇളകി. കാരണം ഒരു ഭാവി പ്രവചനം നടത്തുന്ന ഒരു ദുരാത്മാവിനെ ശാസിച്ചു, അത് നിർത്തലാക്കി. ആത്മാവ് വിട്ടുപോയി. അപ്പോൾ അവൾ ഫ്രീ ആയി. അവളെ വെച്ചിട്ട് ആദായമുണ്ടാക്കുന്ന കുറേ പേരുണ്ടായിരുന്നു അവിടെ. അപ്പോൾ ഈ ആളിലുള്ള, ഈ വ്യക്തിയിലുള്ള ദുരാത്മാവിനെ നിർവീര്യമാക്കിയത് കൊണ്ട് അത് പൗലോസാണ് ചെയ്തത്. അതുകൊണ്ട് പൗലോസിനെതിരെ ആളുകൾ തിരിഞ്ഞു. ഒന്നടങ്കം ജനക്കൂട്ടം ഒന്നടങ്കം ഇളകി, പൗലോസിനെതിരായി ഇളകി. അവർക്കെതിരായി ജനക്കൂട്ടം അവർക്കെതിരായി ഇളകി. രണ്ടാമത്തെ കാര്യം, വസ്ത്രങ്ങൾ ഉരിഞ്ഞു മാറ്റി. ഒന്നോർത്തേക്ക്, ഒരു പ്രദേശത്ത് ഒരു കൂട്ടം ജനം മുഴുവൻ ഒരാൾക്കെതിരെ വന്നാലുള്ള അവസ്ഥ ഒന്നോർത്ത് നോക്കിയാൽ. ഇനി വസ്ത്രങ്ങൾ ഉരിഞ്ഞു മാറ്റി, ആ ആൾക്കൂട്ടത്തിനിടയിൽ വസ്ത്രങ്ങൾ ഉരിഞ്ഞു മാറ്റി. ഇനി വളരെയധികം പ്രഹരിച്ചു, വളരെയധികം ഇതൊക്കെ ഒന്ന് മനസ്സിലൊന്ന് കാണും. ജനക്കൂട്ടം ഒന്നാകെ ഇളകി വരുന്നു, വസ്ത്രം ഉരിഞ്ഞു മാറ്റുന്നു, പ്രഹരിക്കുന്നു. പിന്നെ അവർ കാരാഗ്രഹത്തിലടച്ചു. വെറുതെ അടച്ചല്ല, ശ്രദ്ധാപൂർവം കാവലേർപ്പെടുത്തി. ഇനി കാരാഗ്രഹത്തിൻ്റെ ഉള്ളറയിൽ കൊണ്ടുപോയിട്ടു. ഉള്ളറയിൽ, കാരാഗ്രഹത്തിനും ആർക്കും അങ്ങനെ പ്രവേശിക്കാൻ പറ്റാത്ത, പ്രകാശമൊന്നും കിടക്കാത്ത ഒരു ഉള്ളറയിൽ കൊണ്ടുപോയി അവരിട്ടു. എന്നിട്ട് കാലുകൾക്ക് ആമം വെച്ചു. പൗലോസിൻ്റെ അവസ്ഥ ഒന്നോർത്ത് നോക്കി. എന്നിട്ട് 25-ാമത്തെ വാക്യം, നടപടി പുസ്തകം 16:25, അർദ്ധരാത്രിയോടടുത്ത പൗലോസും സീലാസും കീർത്തനം പാടി ദൈവത്തെ സ്തുതിക്കായിരുന്നു. ഇത്രയും സംഭവിച്ച ഒരാൾ എങ്ങനെ കീർത്തനം പാടി? ഇത്രയും സംഭവിച്ച ഒരാൾ എങ്ങനെ അർദ്ധരാത്രിയിൽ കാരാഗ്രഹത്തിൽ കീർത്തനം പാടി? നമുക്കിങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ലല്ലോ. നമ്മൾക്ക് കീർത്തനം പോയിട്ടൊരു പ്രാർത്ഥന പോലും നേരെ ചൊവ്വേ ചൊല്ലാൻ നമുക്ക് പറ്റുന്നില്ലല്ലോ. ഈ പള്ളിക്കകത്ത് വന്നിരുന്നിട്ട് പോലും നമ്മൾ സംസാരിച്ചും ഫോൺ വിളിച്ചും ഒക്കെ നമ്മൾ ഇരിക്കുക. ഇതിൻ്റെ അതായത് ദൈവം എൻ്റെ കൂടെ ഉണ്ടെന്നുള്ള ബോധ്യം, അത് പരിശുദ്ധാത്മാവ് തരണം. ദൈവം എൻ്റെ കൂടെ ഉണ്ട്. ഇത്രയും സംഭവിച്ച പൗലോസിന് ദൈവം എൻ്റെ കൂടെ ഉണ്ടെന്നുള്ള ബോധ്യം ഉണ്ടായത് കൊണ്ടാണ് അകീർത്തനം പാടിയത്. ഈ പള്ളിക്കകത്ത് സക്രാരിയില് പരിശുദ്ധ കുർബാനയുണ്ട്. ഇവിടെ ഈ ടേബിളില് പരിശുദ്ധ കുർബാന എടുത്തു വെച്ചിരിക്കുകയാണ്. എന്നിട്ടും പരിശുദ്ധ കുർബാനയിലെ കൗദാശിക സാന്നിധ്യത്തെക്കുറിച്ച് നമുക്ക് ബോധ്യം വന്നിട്ടില്ല. എന്ത് ചെയ്യും? അതാണ്. ഇനി അപ്പോ ഒരു കാവൽക്കാരനുണ്ട്. അയാൾക്ക് ഭയമായി. ഇങ്ങനെ അവർ പ്രാർത്ഥിച്ചപ്പോൾ ചങ്ങല പൊട്ടി, ബന്ധനങ്ങൾ അഴിഞ്ഞ് അവർ വാതിലൊക്കെ തുറന്നവർ പുറത്തു വന്നു. അപ്പോൾ കാവൽക്കാരൻ നോക്കിയപ്പോൾ ഇവരെ കാണുന്നില്ല. കാവൽക്കാരൻ ആത്മഹത്യക്കൊരുങ്ങി. കാരണം അയാൾ ഏൽപ്പിച്ചിരിക്കുന്ന ജോലിയല്ലേ. അവരെന്തെന്ന് ചോദിച്ചാൽ ഏൽപ്പിച്ചവരോട് എന്ത് പറയും? അയാൾ ആത്മഹത്യക്കൊരുങ്ങിയപ്പോൾ പൗലോസ് മുന്നിൽ വന്നിട്ട് പറയും, പേടിക്കണ്ട, ഒന്നും ചെയ്യണ്ട, ഞങ്ങൾ ഇവിടെ തന്നെ ഉണ്ട്, ഞങ്ങൾ ഓടിപ്പോയിട്ടില്ല. ഓടി രക്ഷപ്പെടാമായിരുന്നല്ലോ. ഞങ്ങൾ ഓടിപ്പോയിട്ടില്ല, ഞങ്ങൾ ഇവിടെ തന്നെ ഉണ്ട് എന്ന് പൗലോസിന് എങ്ങനെ പറയാൻ പറ്റി? നമ്മൾ രക്ഷപ്പെടാൻ ഒരു പഴുത് കിട്ടിയ ഓടി രക്ഷപ്പെടും ഇല്ല. എവിടെന്നെങ്കിലും എന്തെങ്കിലും ഒരു കുരുത്തക്കേട് ചെയ്യാൻ ഒരു ചാൻസ് കിട്ടിയാൽ നമ്മളത് ചെയ്യും. ചാൻസ് കിട്ടിയാൽ ചെയ്യോ? ഇവർക്ക് ഓടി രക്ഷപ്പെടാൻ ചാൻസ് കിട്ടിയിട്ടും അവിടെ നിന്നിട്ട് പറഞ്ഞു, ഞങ്ങളിവിടെ തന്നെ ഉണ്ട്. അപ്പോഴാണ് അവന് ആത്മഹത്യ ഒരുങ്ങി അവൻ്റെ സാഹസം കാണിക്കരുത്, ഞങ്ങളെല്ലാവരും ഇവിടെ തന്നെ ഉണ്ട് എന്ന് പറഞ്ഞു കേട്ടപ്പോൾ അവനിൽ വലിയ മാറ്റം ഉണ്ടായി. ഈ ബോധ്യം എങ്ങനെ വന്നു? അവൻ ചെയ്ത കാര്യങ്ങൾ ഇപ്രകാരമാണ്. അവരെ കൊണ്ടുപോയി എത്ര പ്രഹരങ്ങളാണ് ഏറ്റത്, ആ മുറിവുകൾ കഴുകി വെച്ച് കെട്ടി. എന്നിട്ട് ആ രാത്രി തന്നെ ഇങ്ങനെ പറഞ്ഞു, അപ്പോൾ തന്നെ അവനും കുടുംബവും ജ്ഞാനസ്നാനം സ്വീകരിച്ചു. അവരെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്ന് അവർക്ക് ഭക്ഷണം വിളമ്പി. ആ രാത്രി തന്നെ അവരെ കൂട്ടിക്കൊണ്ടുപോയി. ഇത് എങ്ങനെ കിട്ടി? പേടിച്ച് ആത്മഹത്യക്ക് ഒരുങ്ങിയവൻ പേടിച്ച്, ഞാനിപ്പോ ഇവരെ രക്ഷപ്പെട്ട് കഴിഞ്ഞാൽ എൻ്റെ ജീവൻ അപകടത്തിലാകുമല്ലോ, ഞാൻ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല എന്ന് വിചാരിച്ചവൻ ആത്മഹത്യ ഒരുങ്ങിയവൻ അവൻ രാത്രി തന്നെ അവരെ വീട്ടിൽ കൊണ്ടുപോയി ഭക്ഷണം കൊടുത്തിട്ട് മാമോദീസ സ്വീകരിച്ച് അത്യന്തം സന്തോഷിച്ചു. ഇതെവിടെ നിന്ന് കിട്ടി ഈ ബോധ്യം? ഇത് പരിശുദ്ധാത്മാവ് നൽകുന്നതാണ്. അതുകൊണ്ടാണ് റോമാക്കാർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം 15-ാം വാക്യം. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം 15-ാം വാക്യത്തിൽ നമ്മൾ ഇപ്രകാരം കേൾക്കുകയാണ്: നമ്മൾക്ക് അങ്ങനെ ഭയത്തിൻ്റെ ആത്മാവിനെ അല്ല,
നിങ്ങളെ വീണ്ടും ഭയത്തിലേക്ക് നയിക്കുന്ന അടിമത്തത്തിന്റെ ആത്മാവിനെ എല്ലാം മറിച്ച് പുത്ര സ്വീകാരത്തിന്റെ ആത്മാവിനെയാണ് നിങ്ങൾ കൈക്കൊണ്ടിരിക്കുന്നത്. ഈ ആത്മാമൂലമാണ് നാം ആബാ പിതാവേ എന്ന് വിളിക്കുന്നത്. എനിക്കൊരപ്പനുണ്ട്, ഞാൻ അനാഥപ്പെട്ടു പോയവനല്ല എന്നൊരു ബോധ്യം, എനിക്കൊരു ദൈവമുണ്ടെന്നുള്ളൊരു ബോധ്യം. ഈ ബോധം പന്നിക്കൂട്ടി കിടക്കുമ്പോ ആ ഇളയ മകന് കിട്ടുന്നുണ്ട്. ലൂക്കായുടെ സുവിശേഷം 15-ാം അധ്യായം 17-ാം വാക്യം. അപ്പോൾ അവന് സുബോധമുണ്ടായി. അവൻ വീട്ടിലേക്ക് പോയി. പിന്നെ അവനൊന്നും മിണ്ടുന്നില്ല. ഈ മരത്തിൽ കയറിയിരിക്കാൻ സഖ്യവൂസന് എങ്ങനെ ബോധ്യം കിട്ടി? ഈശോ വഴിയരികിലൂടെ നടന്നു പോകുമ്പോൾ അന്ധനായ ബർത്തമേസിന് ദാവീദിന്റെ പുത്ര യേശുവേ എന്ന് വിളിക്കാൻ എങ്ങനെ ബോധ്യം കിട്ടായി? പള്ളി വന്നിട്ട് മിണ്ടാതിരിക്കല്ലേ? പ്രാർത്ഥിക്കാനോ കുർബാന സ്വീകരിക്കാനോ കുമ്പസാരിക്കാനോ ഒന്നും ഒരു ബോധ്യം കിട്ടിയിട്ടില്ലെങ്കിൽ ആത്മാവുണ്ടോ? ആത്മാവിനെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടോ? 3 തവണ തള്ളിപ്പറഞ്ഞ പത്രോസിനെ പിന്നെ വാതോരാതെ നടപടി പുസ്തകം 4-ാം അധ്യായം 12-ാം വാക്യത്തിൽ മറ്റാരിലും രക്ഷയിൽ ആകാശത്തിന് കീഴെ മനുഷ്യരക്ഷയ്ക്ക് വേണ്ടി മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല എന്ന് യഹൂദരുടെ മുമ്പിൽ വിളിച്ചു പറയാൻ എങ്ങനെ ബോധ്യം കിട്ടി? അനനിയാസിന്റെ കൈവെപ്പാണ് പൗലോസിനെ ബോധ്യപ്പെടുത്തിയത്. അനനിയാസ് നടപടി പുസ്തകം 9-ാം അധ്യായം 17-ാം വാക്യം. അനനിയാസ് കൈവച്ചപ്പോൾ പരിശുദ്ധാത്മാവ് നിറഞ്ഞത് കൊണ്ടാണ് പൗലോസ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തത്. അധികം താമസിയാതെ നടപടി 9:20 അധികം താമസിയാതെ യേശു ദൈവപുത്രനാണെന്ന് അവൻ സിനഗോഗുകളിൽ പ്രഘോഷിക്കാൻ തുടങ്ങി. 22-ാം വാക്യം. സാവൂളാകട്ടെ കൂടുതൽ ശക്തി ആർജിച്ച് യേശു തന്നെയാണ് ക്രിസ്തുവെന്ന് തെളിയിച്ചുകൊണ്ട് ദമാസ്കസിൽ താമസിച്ചിരുന്ന യഹൂദരെ ഉത്തരം മുട്ടിച്ചിരുന്നു. ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കാൻ പോയവൻ എങ്ങനെ യേശു ദൈവപുത്രനാണെന്ന് വാക്കുമുട്ടിക്കത്തക്ക വിധത്തിൽ എങ്ങനെ പ്രഘോഷിക്കാൻ ധൈര്യം കിട്ടി? പരിശുദ്ധാത്മാവ്. നടപടി പുസ്തകം 1:8. അവൻ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. അങ്ങനെ പത്രോസ് പാപം ചെയ്തല്ലോ, ഈശോയെ തള്ളിപ്പറഞ്ഞല്ലോ. ഈശോയെ തള്ളിപ്പറഞ്ഞ പത്രോസ് അകലെയായി ഈശോയെ അനുഗമിച്ചിരുന്നു. ഈശോ ഒരു നോട്ടം നോക്കിയപ്പോൾ ഒരു നോട്ടം കാണാനെങ്കിലും അടുത്തെങ്കിലും ഒന്ന് നിന്നുകൊടുക്കാം. പിതാവേ എനിക്ക് തെറ്റിപ്പോയി എന്ന് ധൂർത്തപുത്രൻ പറഞ്ഞതുപോലെ പിതാവേ എനിക്ക് തെറ്റിപ്പോയി എന്ന് പറയാനൊന്ന് നിന്നുകൊടുക്ക. ഈശോ നോക്കുമ്പോൾ നോക്കാനാ നോട്ടത്തിന്റെ മുന്നില് അതിന് നിന്നുകൊടുക്കണം നമ്മൾ. കർത്താവേ ഞാനിനി എന്ത് ചെയ്യണം? നടപടി പുസ്തകം 22-ാം അധ്യായം 10-ാം വാക്യത്തിൽ സാവൂള് ചോദിച്ചു, കർത്താവേ ഞാൻ ഇനി എന്ത് ചെയ്യണമെന്ന് ചോദിച്ചൊന്ന് നിന്നുകൊടുക്ക കർത്താവിന്റെ മുമ്പിൽ. ഇനി മറിയത്തെ പോലെ ആത്മാവ് നിറഞ്ഞപ്പോൾ മറിയം പറഞ്ഞെന്താ? ഇതാ കർത്താവിന്റെ ദാസി, നിന്റെ വാക്ക് എന്നെ നിറവേറട്ടെ എന്ന് പറയാനൊന്ന് കർത്താവിന് മുമ്പിൽ നിന്നുകൊടുക്ക. നീയും അനുഗ്രഹിക്കപ്പെടും, നിനക്കും ശക്തി ഉണ്ടാവും, നിനക്കും ആത്മാവിന്റെ നിറവുണ്ടാവും. അതുകൊണ്ട് ചില ആളുകൾ പറയാൻ പ്രാർത്ഥിക്കാനൊന്നും തോന്നുന്നില്ല, പള്ളി കുമ്പസാരിക്കാനൊന്നും തോന്നുന്നില്ല. ബോധ്യയില്ലേ? ഈശോ മരിച്ചിട്ട് അതിന്റെ യോഗ്യതയാൽ നമുക്ക് കിട്ടുന്നതാണ് പാപമോചനം. അത് ഒരിടത്തും വാങ്ങിക്കാൻ കിട്ടില്ല. കുമ്പസാരക്കൂട്ടി ദൈവം നൽകുന്ന കാര്യം. കുമ്പസാരിച്ചാൽ മാത്രമേ കിട്ടൂ. ജീവിച്ചിരിക്കുമ്പോൾ മാത്രമേ കുമ്പസാരിക്കാൻ സാധിക്കൂ. എന്നിട്ടും വർഷങ്ങൾ കുമ്പസാരിക്കാതിരിക്കുന്നത് ചില ആളുകളെ സ്ഥലം നോക്കി നടക്കുകയാണ്. വേളാങ്കണ്ണി മാത്രമേ കുമ്പസാരിക്കുള്ളൂ. നാട്ടിലെ മുട്ടിനിടകെ പള്ളിയും ധ്യാനകേന്ദ്രങ്ങളും ഉണ്ടായിട്ടും അതുവഴി കിട്ടുന്ന പ്രസാദവരത്തിനെ കുറിച്ചൊരു ബോധ്യമില്ലാതെ 1 വർഷം 2 വർഷം 3 വർഷം 5 വർഷം 15 വർഷം കുമ്പസാരം നീണ്ടുപോയിട്ട് പ്രിയ ദൈവവേദനം നിനക്ക് പാപമോചനം തരാനും പ്രസാദവരം തരാനും വേണ്ടി നിനക്ക് വേണ്ടി മരിച്ച കർത്താവിനെ ആരാധിക്കുന്നതിന് പകരം നീ പല ചെറിയ കാര്യങ്ങൾ ചെയ്ത് നടക്കുക. തൊട്ടിൽ കെട്ടിയ മരത്തിന് കുഞ്ഞിനെ തരാൻ പറ്റുമോ? ഏതെങ്കിലും ഒരു മരത്തിൽ കൊണ്ട് തൊട്ടിൽ കെട്ടിയ മരമാണോ കുഞ്ഞിനെ തരുന്നത്? ദൈവമല്ല, നിന്റെ സൃഷ്ടാവ് ദൈവമല്ല. നിനക്ക് സൃഷ്ടികർമ്മത്തിലൂടെ നിനക്കതിനെ വിളി തന്നിട്ടുണ്ടെങ്കിൽ നിനക്ക് കുഞ്ഞിനെ തരുന്ന ദൈവമാണ്. എന്നിട്ടും അതാണ് ഭാവി പ്രവചനം നടത്തുന്ന ആത്മാവിനെ അവര് മോചിപ്പിച്ചു, വിടുതലാക്കി. പൗലോസ് വിടുതലാക്കി. അത് നമ്മൾ ചെയ്യുമ്പോ ഇല്ലേ, അത് വേണ്ട ഇത് വേണ്ട ചെയ്യുമ്പോ അതിപ്പോ ചെയ്താൽ എന്താ കുഴപ്പം? ഒരാൾ വന്നിട്ട് പറയാണ് അത് അവരുടെ വരുമാന മാർഗമല്ലേ. പക്ഷെ ദുരാചാരം ചെയ്യാവോ? കർത്താവിനെ ആരാധിക്കുന്നതിന് പകരം കർത്താവിനെ ആരാധിച്ചാലേ നീ രക്ഷപ്പെടൂ എന്ന് നിനക്ക് ബോധ്യമുണ്ടായിട്ടും നീ എന്തേ അത് ചെയ്യാത്തത്? ഞായറാഴ്ച ആചരണത്തിലൂടെ, കുംഭസാരത്തിലൂടെ, കുർബാന സ്വീകരണത്തിലൂടെയും നീ ദൈവത്തെ ആരാധിക്കുക. നീ ദൈവത്തെ ആരാധിക്കുക. നീ ദൈവത്തെ ആരാധിക്കുക.
നീ ദൈവത്തെ ആരാധിക്കാനുള്ള ബോധ്യം എനിക്ക് തരണമേ. ചെറിയ ചെറിയ ലൊട്ടിലൊടുക്ക് കാര്യങ്ങൾ ചെയ്ത് തൃപ്തിപ്പെടാനല്ല നിനക്ക് നിന്റെ തൃപ്തിയാണ് നീ നോക്കുന്നത്. ഞാൻ അത് ചെയ്തു, ഇത് ചെയ്തു, 10 കൊന്ത ചൊല്ലി എന്ന് പറഞ്ഞിട്ടും ഒരു കൊന്ത പോലും നിനക്ക് സ്നേഹത്തോടെ കർത്താവിന് മുമ്പിൽ ചൊല്ലാൻ സാധിച്ചോ? സ്നേഹത്തോടെ. ചില ആളുകൾ പറഞ്ഞു നോമ്പ് നോക്കാൻ പറ്റിയില്ല. നോമ്പ് നോക്കുന്നതിനേക്കാൾ ഉപരി കർത്താവിനെ ഞാൻ സ്നേഹിച്ചില്ല എന്ന് പറയാൻ നിങ്ങൾക്ക് തോന്നാത്തത് എന്താ? കർത്താവിനെ ഞാൻ സ്നേഹിച്ചില്ല ഈശോയെ, അങ്ങനെ ഞാൻ സ്നേഹിച്ചില്ല ഈശോയെ, അങ്ങനെ പറ. ഇതാണ് പൗലോസിന് കിട്ടിയ ബോധ്യം. ഇതാണ് എൻ്റെ കൂടെ ശക്തനായൊരു ദൈവമുണ്ടെന്നുള്ള ബോധ്യം. എൻ്റെ കൂടെ, ആ ബോധ്യം കണ്ടിട്ടാണ് അയാൾ പോലും മാമോദീസ സ്വീകരിച്ചത്. നമുക്കതുകൊണ്ട് ഈ ഒരു ബോധ്യം ഞങ്ങൾക്ക് തരണം. എൻ്റെ കൂടെ ശക്തനായൊരു ദൈവമുണ്ട്. ആരൊക്കെ തള്ളിപ്പറഞ്ഞാലും എൻ്റെ കൂടെ ഒരു ദൈവമുണ്ട്. എന്നിലുള്ള ആത്മാവാണ് ആ ദൈവത്തെ അപ്പാ എന്ന് വിളിക്കാൻ പഠിപ്പിക്കുന്നത്. അങ്ങനെ ഒരു ബോധ്യം നമ്മിലേക്ക് നിറയട്ടെ. ആത്മാവാം ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ആത്മാവാം ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ദാഹിച്ചു നിന്നെ ഞാൻ തേടുന്നു, സ്വർഗം തുറന്നിറങ്ങി നീ വരണേ. ദാഹിച്ചു നിന്നെ ഞാൻ തേടുന്നു, സ്വർഗം തുറന്നിറങ്ങി നീ വരണേ. ആത്മാവാം ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. പരിശുദ്ധ മറിയമേ, ആത്മാവ് നിറഞ്ഞ മറിയമേ, ദൈവിക ബോധ്യങ്ങൾ നിറഞ്ഞ മറിയമേ, ഞങ്ങളിലും പരിശുദ്ധാത്മാവ് നിറയാൻ അമ്മ പ്രാർത്ഥിക്കണമേ. ആമേൻ. അർപ്പണം ചെയ്യുന്നു സർവം സമ്പൂർണ്ണ സ്നേഹമോടങ്ങയെ, ഇന്നു കാത്തിരിക്കുന്നിതാ ദൈവമേ. സമ്പൂർണ്ണ സ്നേഹമോടങ്ങയെ, ഇന്നു കാത്തിരിക്കുന്നിതാ ദൈവമേ. അബ്രാഹമേകിയ കാഴ്ച പോൽ അത്ര ശ്രേഷ്ഠമായൊന്നുമില്ലെങ്കിലും സ്വീകരിക്കണമേ താതാ ഞങ്ങളർപ്പണം ചെയ്യുന്ന കാഴ്ചകൾ. സ്വീകരിക്കണമേ താതാ ഞങ്ങളർപ്പണം ചെയ്യുന്ന കാഴ്ചകൾ. ഈ സ്നേഹബലിയിൽ കാഴ്ചയേകാനണയുന്നിതാ. പ്രിയ സഹോദരരെ, എൻ്റെയും നിങ്ങളുടെയും ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുവൻ. കർത്താവ് തന്റെ നാമത്തിന്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെയും അവിടുത്തെ തിരുസഭ മുഴുവന്റെയും നന്മയ്ക്കുമായി അങ്ങേ കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. കർത്താവേ, ഈ പെസഹാരഹസ്യങ്ങൾ വഴി ഞങ്ങളെന്നും കൃതജ്ഞതാ നിർഭരരായിരിക്കുവാൻ അനുഗ്രഹിക്കണമേ. അങ്ങനെ ഞങ്ങളുടെ നവീകരണത്തിൻ്റെ നിരന്തര പ്രവർത്തനം ഞങ്ങൾക്ക് നിത്യാനന്ദത്തിന് നിദാനമായി ഭവിക്കുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവ് നിങ്ങളോടു കൂടെ, ഹൃദയങ്ങൾ ഉയർത്തുവിൻ. കർത്താവിലേക്ക് ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. അത് ഉചിതവും ന്യായവുമത്രേ. കർത്താവേ,
എല്ലാ കാലത്തും വിശിഷ്യാ ഞങ്ങളുടെ പെസഹ കുഞ്ഞാടായ ക്രിസ്തു ബലിയർപ്പിക്കപ്പെട്ട ഈ കാലയളവിൽ അങ്ങയെ ഏറ്റുപറയുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. എന്തെന്നാൽ പുരാതനമായവ ഉന്മൂലനം ചെയ്യപ്പെടുകയും തകർന്ന പ്രപഞ്ചം നവീകരിക്കപ്പെടുകയും ക്രിസ്തുവിൽ ഞങ്ങൾക്കായി ജീവൻ്റെ സമഗ്രത സമുദ്ധരിക്കപ്പെടുകയും ചെയ്തു. ആകയാൽ എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും ചേർന്ന് അങ്ങയുടെ മഹത്വത്തെ പ്രകീർത്തിച്ചുകൊണ്ട് ഞങ്ങളും താഴ്മയോടെ ആലപിക്കുന്നു. പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ, സൈന്യങ്ങൾ തൻ കർത്താവാ ദൈവം പരിശുദ്ധൻ, ദൈവം പരിശുദ്ധൻ. നിരുപമങ്ങേ മഹിമകളാൽ നിറഞ്ഞു മഹിയും വിണ്ടലവും. ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവിൻ തിരുനാമത്തിൽ വരുവോനേറ്റം ധന്യനുമാ. ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവേ, സർവവിശുദ്ധിയുടെ ഉറവിടമായ അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. ആകയാലങ്ങ് ആത്മാവാ മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായി ഇവ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട് സ്വമനസാലെ പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്ത് കൊണ്ട് അരുൾ ചെയ്തു. എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്കു വേണ്ടി അർപ്പിക്കാനിരിക്കുന്ന എൻ്റെ ശരീരമാകുന്നു. അപ്രകാരമത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്ത് കൊണ്ട് അരുൾ ചെയ്തു. എല്ലാവരും വാങ്ങി
ഇതിൽ നിന്ന് കുടിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്കു വേണ്ടിയും അനേകർക്കു വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇതു നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിൻ്റെ രഹസ്യം. കർത്താവേ, അങ്ങ് വീണ്ടും വരുന്നതുവരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു. അങ്ങേ ഉയർപ്പ് ഞങ്ങളേറ്റുപറയുന്നു. ആകയാൽ കർത്താവേ, അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങേ തിരുമുൻപിൽ നിൽക്കുന്നതിനും അങ്ങേ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിന് ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവൻ്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങളങ്ങേ കർപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമെന്ന് താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഏറ്റവും താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവെ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ തിരുസഭയെ തൃക്കൻ പാർക്കണമേ. ഞങ്ങളുടെ പരിശുദ്ധ പിതാവ് ലിയോ 14 പാപ്പയോടും ഞങ്ങളെ രൂപതാധ്യക്ഷൻ സഹായരാജ് മെത്രാനോടും വൈദിക ഗണത്തോടുമൊത്ത് സഭയെ അങ്ങ് സ്നേഹത്തിൻ്റെ പരിപൂർണതയിൽ എത്തിക്കണമേ. ഉയർപ്പിൻ്റെ പ്രത്യാശനത്തിലുള്ള നിന്റെ സഹോദരങ്ങളെയും കാരുണ്യത്തിൽ മരണസകലരെയും അങ്ങ് ഓർക്കുകയും അങ്ങേ മുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളെല്ലാവരും കനിയണമെന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യകാമറിയത്തോടും ആ കന്യയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട യൗസേപ്പിനോടും അനുഗ്രഹീതരായ പൂസ്തലന്മാരോടും കാലാകാലം അങ്ങേ പ്രസാദിച്ച വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേർന്ന് ഞങ്ങൾ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശു ക്രിസ്തുവോടെ അങ്ങേ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോടുകൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നുമെന്നേക്കും നമുക്ക് എഴുന്നേൽക്കാം. നമ്മുടെ കർത്താവ് കൽപ്പിച്ചതും പഠിപ്പിച്ചതും അനുസരിച്ച് നമുക്കൊന്ന് ചേർന്ന് സ്നേഹത്തോടെ പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങേ നാമം പൂജിതമാകണമേ, അങ്ങേ രാജ്യം വരണമേ, അങ്ങേ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. കർത്താവേ, എല്ലാ തിന്മകളിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്ന് നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശുക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിന്ന് മോചിതരാവുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാവുകയും ചെയ്യുമാറാകട്ടെ.
എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നുവെന്ന് അങ്ങേ അപ്പോസ്തലന്മാരോട് അരുൾ ചെയ്ത കർത്താവായ യേശുക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൺ പാർത്ത് അങ്ങേ തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകുവാൻ കനിയണമേ. എന്നെന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവിൻ്റെ സമാധാനം നിങ്ങളോട് കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുവിൻ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങളിൽ നീ കനിയണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങളിൽ നീ കനിയണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങൾക്കു ശാന്തി നൽകണമേ. ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ. കുഞ്ഞാടിൻ്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീതർ. കർത്താവേ, അങ്ങന്റെ ഭവനത്തിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല. അങ്ങ് ഒരു വാക്ക് ഉച്ചരിച്ചാൽ മാത്രം മതി, എൻ്റെ ആത്മാവ് സുഖം പ്രാപിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥനകൾ ശ്രവിക്കണമേ. ഞങ്ങളുടെ പരിത്രാണത്തിൻ്റെ ഈ പരമപരിശുദ്ധ വിനിമയം ഞങ്ങൾക്ക് ഇഹലോക ജീവിതത്തിൽ സഹായം പ്രദാനം ചെയ്യുകയും നിത്യാനന്ദത്തിന് ഞങ്ങൾ അർഹരാക്കുകയും ചെയ്യുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവ് നിങ്ങളോടു കൂടെ, പരിശുദ്ധ വേളാങ്കണ്ണി മാതാവിനോടുള്ള അനുഗ്രഹ പ്രാർത്ഥനയ്ക്കായി ശിരസ് നമിക്കാം. ഉണ്ണീശോയെ കയ്യിലേന്തിയ പരിശുദ്ധ വേളാങ്കണ്ണി മാതാവേ, ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ ഭക്തജനങ്ങളെയും ഇവരുടെ കുടുംബങ്ങളെയും സോഷ്യൽ മീഡിയയിലൂടെ ഈ ബലിയിൽ പങ്കെടുത്ത എല്ലാവരെയും അങ്ങ് അനുഗ്രഹിച്ച് ആശീർവദിക്കണമേ. ഇവരുടെ മനസ്സ് തളർന്നു പോകുമ്പോൾ പാൽക്കാരനായ ബാലന്റെ പാൽക്കുടത്തിലെ പാൽ നിറഞ്ഞു തുളുമ്പിയതുപോലെ ഇവരെയും സന്തോഷത്താർത്തുമ്പോൾ
മുടന്തനായ ബാലന് നടക്കാനിടയാക്കിയതുപോലെ ഇവരെയും താങ്ങി നടത്തണമേ. പോർച്ചുഗീസ് നാവികരെ സുരക്ഷിതമായി കരയിലേക്ക് എത്തിച്ചതുപോലെ സങ്കടക്കടലിൽ വലയുന്ന എല്ലാവരെയും അങ്ങ് കരകയറ്റണമേ. അനുഗ്രഹദായിനിയായ പരിശുദ്ധാരോഗ്യമാതാവിൻ്റെ ആശീർവാദം നിങ്ങളോടു കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. ഈശോ തൻ്റെ മാതാവിൻ്റെ കരങ്ങളിലൂടെ നമ്മയേവരെയും സ്പർശിക്കുകയും സുഖപ്പെടുത്തുകയും കാത്തു സംരക്ഷിക്കുകയും ചെയ്യട്ടെ. സർവശക്തനും കാരുണ്യവാനുമായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ ഏവരെയും നിങ്ങളുടെ കുടുംബങ്ങളെയും നിങ്ങളുടെ പ്രാർത്ഥനാ നിയോഗങ്ങളെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ക്രിസ്തുവിൻ്റെ സ്നേഹത്തിലും സമാധാനത്തിലും പോകുവിൻ. ദിവ്യപൂജ സമാപിച്ചു. ദൈവത്തിനു നന്ദി. മരിയാമ്പികേ മനതാരിൽ നീ മറയാത്ത മഴവില്ലല്ലോ. ആത്മാവിലെ അൾത്താരയിൽ പൊലിയാത്ത പൊൻപൂവല്ലോ. ആരോരുമില്ലാത്ത നേരങ്ങളിൽ കണ്ണീരു തൂവുന്ന യാമങ്ങളിൽ ഹൃദയ